അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തായി പാഠങ്ങളൊക്കെ? എല്ലാവരും പഠിച്ചു വന്ന പ്രതീക്ഷയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഹദീസ് വളരെയേറെ പ്രാധാന്യമേറിയതും ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയായ ഈമാൻ കാര്യത്തിൽപ്പെട്ട ഖദറിലുള്ള വിശ്വാസത്തെക്കുറിച്ചും ഒരു മനുഷ്യന്റെ ഉത്ഭവ രഹസ്യത്തെ പറ്റിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണിത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് നിവേദനം ചെയ്തത് ഇസ്ലാം സ്വീകരിച്ച 6 ആദ്യ വ്യക്തികളിൽ ഒരാളായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പും വിരിപ്പും ഒരുപോലെ കൊണ്ടു നടക്കാൻ ഭാഗ്യം ലഭിച്ച സോഹിബു സിവാക്കിൻ നബി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്തത്. അപ്പൊ ഞാൻ ഹദീസ് വായിക്കാം. എല്ലാവരും പാഠത്തിൽ ശ്രദ്ധിച്ചിരിക്കുക, ആരും അലസരായിരിക്കരുത്. നഹ്മദുഹു വനസ്സല്ലി വനസ്സല്ലിം അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن عبد الله عبد الرحمن بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق إن أحدكم يجمع خلقه في بطن أمه 40 يوما نطفة ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يرسل إليه الملك فينفخ فيه الروح ويؤمر ب4 كلمات بكتب رزقه وأجله وعمله وشقي أم سعيد. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പാഠത്തിന്റെ ഈ ഭാഗം വരെയാണ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിന്റെ ആദ്യ ഭാഗം നാം ഓരോരുത്തരും ഈ ഹദീസ് കൊണ്ടെത്തിക്കുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തത്തിൽ ഒന്നായ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അത്ഭുത രഹസ്യത്തിലേക്കാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മൈക്രോസ്കോപ്പോ സ്കാനിങ് മെഷീൻസോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിലെ ഇരുണ്ട അറകളിൽ നടക്കുന്ന അതിസൂക്ഷ്മമായ രഹസ്യങ്ങളെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു നൽകുന്നു. ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ഉന്നത ഗുണവിശേഷമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്. എന്തൊക്കെയാ? അസ്സാദിഖുൽ മസ്ദൂഖ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധരും അള്ളാഹുവിനാൽ സത്യമാക്കപ്പെട്ടവനുമാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ല. അതിലുപരി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് അള്ളാഹു വഹി അറിയിച്ചു കൊടുക്കുന്ന, അള്ളാഹു ദിവ്യബോധനം അറിയിച്ചു കൊടുക്കുന്ന പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാര്യം പറയുന്നത്. ശേഷം ഇന്ന അഹദക്കും, തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടപ്പെട്ടു, ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫതൻ, 40ഓളം ദിവസം മാതാവിന്റെ ഗർഭാശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നുത്ഫയായിട്ട് അഥവാ ബീജഗണമായിട്ട്, വെറും നിസാരമായ ബീജഗണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരുമിച്ച് കൂട്ടി. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക, അതിനുശേഷം 40 ദിവസം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അലഖയാക്കി അഥവാ രക്തക്കട്ടയാക്കി മാറ്റി. അപ്പോൾ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും നുത്ഫ അഥവാ ബീജത്തുള്ളിയാക്കി മാറ്റി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അലഖയായിട്ട് അഥവാ രക്തക്കട്ടയായിട്ട് നാം ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപമാറ്റി. എന്നിട്ട് സുമ്മ യകൂനു മുളഗതൻ മിസ്ല ദാലിക, വീണ്ടും 40 ദിവസം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും മുളഗയായിട്ട് അഥവാ മാംസക്കട്ടയായിട്ട് രൂപം മാറ്റി. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും നുത്ഫയാക്കി, ശേഷം അലഖയാക്കി, അതിനുശേഷം മുളഗയാക്കി. അപ്പോ 120 ദിവസം പൂർത്തിയായ സമയം അഥവാ 4 മാസം പൂർത്തിയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു, ഒരു മലക്കിനെ അവനിൽ റൂഹ് ഊതുന്നതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ഫയൻഫഖു ഫീഹി റൂഹ, എന്നിട്ട് ആ മലക്ക് റൂഹ് ഊതി. വയുഅ്മറു ബി4 കലിമാത്തിൻ, 4 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. 4 കാര്യങ്ങൾ അവന്റെ മേൽ തീരുമാനിച്ചു. എന്തൊക്കെയാ? ബികത്ബി റിസ്ഖിഹി, അവന്റെ റിസ്ഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തീരുമാനിച്ചത് അവന്റെ റിസ്ഖിനെയാണ്. അവന്റെ ഭാവിയിൽ, അവന്റെ ജീവിതത്തിൽ അവൻ എന്ത് ഭക്ഷിക്കും, എന്ത് ഉടുക്കും,
എന്താണ് അവന്റെ ഉപജീവനം എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹൂദിയ സമയത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുശേഷം അജലിഹി, അവന്റെ മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മരണം, ഇനി ഏത് വലിയ പണക്കാരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം തീരുമാനിച്ചു കഴിഞ്ഞു. അത് മരിക്കേണ്ട സമയത്ത് മരിക്കേണ്ട സ്ഥലത്ത് വെച്ച് മരിക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് അമലിഹി, അവന്റെ അമലിനെയാണ്. അവന്റെ ജീവിതത്തിൽ എന്ത് അമൽ ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുശേഷം വശഖിയുൻ അം സഈദ്, നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്തിനാണ്? ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനും. വശഖിയുൻ അം സഈദ് എന്നാൽ വിജയിയോ പരാജിതോ എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച പ്രകാരമാണ് നാം ഓരോരുത്തരും നന്മയും തിന്മയും ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിന് അള്ളാഹു നമ്മെ ശിക്ഷിക്കണം എന്നുള്ളൊരു ചോദ്യം ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. അഥവാ ഇന്നങ്ങനെ മനസ്സിലായില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിച്ചു തരാം. അള്ളാഹുവിന്റെ ഖദർ എന്നാൽ അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ അഥവാ ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്നിട്ട് ആ മനുഷ്യനെ അള്ളാഹു സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വിട്ടാൽ അവന്റെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിക്കും എന്നുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവന്റെ ഇൽമു കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ കാര്യത്തെയാണ് അവന്റെ തീരുമാനമായിട്ട് റൂഹൂദിയ സമയത്ത് രേഖപ്പെടുത്തിയത്. അതിനാൽ അള്ളാഹു തീരുമാനിച്ച പ്രകാരമാണ് നാം ഓരോരുത്തരും നന്മയും തിന്മയും ചെയ്യുന്നതെങ്കിലും നാം ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പോടും കൂടിയാണ്. മനസ്സിലായോ? അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് നാം ഓരോരുത്തരും നന്മയും തിന്മയും പ്രവർത്തിക്കുന്നതെങ്കിലും അത് നാം ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പോടും കൂടിയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ നോട്ടുകൾ തയ്യാറാക്കി നാളെ പാടത്തിൽ വരണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെസ് നമ്പർ 145.